പ്രാണനായി. ഭാഗം 5. തലയിൽ കെട്ടിവച്ചിരിക്കുന്ന തോർത്തും കയ്യിൽ മാറിയ ഡ്രസ്സും കണ്ടതും അവൾ കുളിക്കാൻ പോയതാണ് എന്നവന് മനസ്സിലായിരുന്നു. ഇവൾക്ക് തലയ്ക്ക് പുട്ടുണ്ടോ ഈ സമയത്ത് കുളിക്കാൻ, അതും പുറത്തെ കുളിമുറി. സ്വയം ആത്മകഥം പോലെ അവളുടെ പ്രവൃത്തി ഉറക്കം നടിച്ചുകൊണ്ട് ഓരോന്ന് വീക്ഷിച്ചുകൊണ്ട് അവൻ സ്വയം ചിന്തിച്ചു. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നീട്ടിവരയ്ക്കുന്ന തൻ്റെ പേരിലുള്ള സിന്ദൂരം കണ്ടതും അറിയാതെ ആദ്യമായി കാർത്തിയിൽ ഒരു വികാരം പൊട്ടിമുളച്ചു. ആദ്യമായി തൻ്റെ പേരിലുള്ള സിന്ദൂരം താൻ താലി ചാർത്തിയ പെണ്ണ് അണിയുന്നത് അത്രയേറെ മനോഹരമായൊരു പുഞ്ചിരിയോടെ അവൻ നോക്കിക്കണ്ടു. എന്നാൽ ആ പുഞ്ചിരി തൻ്റെ ചുണ്ടിൽ തെളിഞ്ഞത് അവൻ ആ നിമിഷം അറിഞ്ഞിരുന്നില്ല. ലൈറ്റ് പോലും ഇടാതെ വേഗം തന്നെ മുടിയിൽ നിന്നും തോർത്ത് അഴിച്ചുമാറ്റി അവിടെ സൈഡിലായി വിരിച്ചിട്ട് കയ്യിലെ ഡ്രസ്സ് തുണിസഞ്ചിയുടെ അരികിലായി വെച്ചുകൊണ്ട് ശബ്ദം പോലും ഉണ്ടാക്കാതെ പുറത്തേക്ക് പോകുന്നവളെ കണ്ടതും അവനും പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു, അവൾ പോലും അറിയാതെ. ഇനിയിപ്പോൾ കിടന്നാൽ ഉറക്കം വരില്ല എന്നുള്ള തോന്നൽ കൊണ്ടും അവൾ ഇത്ര നേരത്തെ എഴുന്നേറ്റ് എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടും കാർത്തി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈശ്വര, ലൈറ്റ് പോലും ഇടാതെയാണോ ഇവൾ ഈ പടിയൊക്കെ ഇറങ്ങിയത്? ഇവൾക്കിത് സ്ഥിരമാണെന്ന് തോന്നുന്നു. പരിചയമുണ്ടാകും. എന്നാലും വീണാലോ? ഓരോന്നാലോചിച്ചവൻ താഴെ എത്തി ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരെയും കാണാതെ അവൻ പതിയെ നടുമുറ്റത്തേക്ക് നടന്നു. ഈ പെണ്ണിതെങ്ങോട്ട് പോയി? ആലോചനയോടെ അവളെ എവിടെയും കാണാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവനെ അടുക്കളയിൽ നിന്നുമുള്ള വെട്ടമാണ് പിടിച്ചു നിർത്തിയത്. സംശയത്തോടെ അങ്ങോട്ട് നടന്നവൻ കണ്ടു പുറകുവശത്തെ ഇരുട്ടിൽ ഒരു കല്ലിൻ്റെ പുറത്തിരിക്കുന്നവളെ. ഒരു കുന്നു പാത്രങ്ങൾക്ക് നടുവിലായാണ് അവളുടെ ഇരിപ്പ്. ഒരു പൂച്ചക്കുഞ്ഞു പോലും ഈ സമയം എഴുന്നേറ്റിട്ടുണ്ടാകില്ലെന്ന് തോന്നി അവന്. അത്ര ഇരുട്ടായിരുന്നു അവിടാകെ. ഈ പാത്രം മുഴുവൻ തനിച്ചാണ് ഇവൾ കഴുകുന്നത്? ഇവിടെ വേറെയും പണിക്കാറുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവൾ ഇതൊക്കെ ചെയ്യുന്നത്? ഈ പാതിരാത്രി തനിച്ചിരുന്ന് ഇത് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ? മാത്രവുമല്ല, ഇതെപ്പോൾ കഴുകി തീരാനാ? പാതിരാത്രിയിൽ ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ല. ഈ പെണ്ണിന് വല്ല പൊട്ടുമുണ്ടോ? നീരസത്തോടെ ചുറ്റും നോക്കി അവൻ അതും നോക്കി നിന്ന് ചോദിച്ചുപോയി. ആരുടെയോ സാമീപ്യമോ സംസാരമോ കേട്ടതുപോലെ സ്ത്രീ വേഗം തിരിഞ്ഞു നോക്കി. അവൾ തിരിയുമെന്ന് മനസ്സിലാക്കിയ ആ സമയം തന്നെ അടുക്കള വാതിലിനു മറവിലേക്ക് അവൻ മറഞ്ഞു നിന്നിരുന്നു. ആ കുഞ്ഞുമുഖത്തെ പേടിയും പരിഭ്രമവും അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സമയം ആള് എത്രത്തോളം പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത് എന്ന്. എന്നിട്ടും വിറയലോടെ വേഗം വേഗം പാത്രം കഴുകി തീർക്കുന്ന അവളെ ആദ്യമായി സഹതാപത്തോടെ നോക്കി കാർത്തി. പാത്രം കഴുകി വലിയ കൊട്ടയിൽ എടുത്തോണ്ട് അകത്തേക്ക് നടക്കുന്നവളെ കണ്ടതും അവൻ വേഗം സൈഡിലേക്ക് നടന്നു. എന്നിട്ടും ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് മനസ്സിലായതും ഇനി എന്താണ് അവളുടെ പ്രവൃത്തി എന്നറിയാൻ അവൻ അവിടെ തന്നെ അവളുടെ കണ്ണെത്താത്ത ഒരു സ്ഥലത്തേക്ക് പതിയെ മാറി നിന്നു. അടുപ്പ് കത്തിക്കുന്നതും പാചകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം അവൾ തനിച്ചാണെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ആ സമയം. എൻ്റെ ഭഗവാനെ, ഈ തുണിയൊക്കെ കൂടി ഞാൻ എന്ന് കഴുകി തീർക്കുമോ എന്തോ? കുന്നുകൂടി കിടക്കുന്ന തുണിയിലേക്ക് നോക്കി അവൾ ഒരു നിശ്വാസത്തോടെ സ്വയം പറഞ്ഞു. എളിക്ക് കൈകുത്തി നിന്ന് അതെല്ലാമായി വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നവളെ കണ്ടതും അവനും അവളോടൊപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങി. വലിയ കെട്ടുപോലുള്ള ആ തുണികൾ എടുത്തുകൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള വഴി അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ തപ്പിപ്പെറുക്കി പുറത്തേക്കിറങ്ങി അലക്ക് കല്ലിന് അരികിൽ വെച്ചിരിക്കുന്ന വലിയ പാത്രത്തിലേക്ക് എല്ലാം കൂടിയിട്ട് വെള്ളമൊഴിച്ച് മുക്കി വെച്ചു. പിന്നെ വേഗം വിറകുപുരയ്ക്ക് അരികിലേക്ക് നടന്നു. തന്നേക്കാൾ വലിയ ആ കോടാലി എങ്ങനെയൊക്കെയോ വലിച്ചു പൊക്കി ഒരു വലിയ വിറകെടുത്തു വെച്ച് അത് കുത്തിക്കീറാൻ ശ്രമിക്കുന്നവളെ ദയനീയതയോടെയായിരുന്നു അവൻ നോക്കി നിന്നത്. ഇനിയും ഇതിൽ കൂടുതൽ ഒന്നും കാണാനോ കേൾക്കാനോ സാധിക്കാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ. പിന്നെ പതിയെ മുറിയിലേക്ക് നടന്നു. ഇവളെന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ? അപ്പോൾ എന്നോളം അവകാശം ഈ തറവാട്ടിൽ അവൾക്ക് ലഭിക്കും എന്ന് കരുതിയല്ലേ ഞാൻ ഒന്നിലും ഇടപെടാതെ നിന്നത്? പക്ഷേ ഇത് 4 ആള് ചെയ്യേണ്ട പണി അവൾ ഇവിടെ തനിച്ചു ചെയ്യുന്നു. ഒരു സഹായത്തിന് പോലും ആരുമില്ല. ആ വിറകൊക്കെ കൊച്ചു പെണ്ണല്ലേ അവൾ? ഈ വീട്ടിൽ എത്രത്തോളം പണിക്കാരുണ്ട്, പിന്നെ അവളെന്തിനാ? അവളുടെ കാലിലെയും കൈയിലെയും ഒക്കെ മുറിവുകൾ ഓർത്തതും ഇപ്പോൾ അതിൻ്റെ കാരണമായി അവന് പലതും മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അബി അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പോൾ 1 മാസമായി അവൾ ഇവിടെ ഇങ്ങനെയാണോ? ഓർക്കും തോറും കാർത്തി ദേഷ്യത്തിൽ വിറച്ചു. നേരം വെളുക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. ഞാൻ അറിയാതെ എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും
കോവിലകത്ത് തറവാട്ടുകാർ ഒരാളെ കൊണ്ട് ഇങ്ങനെ പണി ചെയ്യിക്കില്ല. ഇനി എന്നോടുള്ള ദേഷ്യം അവർ അവളോട് തീർക്കുന്നതാണോ? എല്ലാം അബിക്കറിയാം. അവനോട് ചോദിക്കണം. മനസ്സിൽ പലതും ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും ബെഡിലേക്ക് ചായുമ്പോൾ അവൻ്റെ ഉള്ളിൽ പേടിയോടെ ആ ഇരുട്ടത്ത് തിരിഞ്ഞു നോക്കിയ കുഞ്ഞുമുഖം മാത്രമായിരുന്നു. എടി പെണ്ണെ, നീ ഇതെന്താ കഴുകിയിടാത്തത്? ഉറക്കം വരാതെ മുകളിലെ ബാൽക്കണിയിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന കാർത്തി ആരുടെയോ ശകാരത്തോടെയുള്ള ശബ്ദം കേട്ടാണ് തല ഉയർത്തി താഴേക്ക് നോക്കിയത്. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ വിറക് കീറിക്കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയില്ല കൊച്ചമ്മേ. പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാ. തല കുനിച്ചു നിന്ന് പേടിയോടെ പറയുന്നവളെ അവൻ നോക്കിയിരുന്നു. ഓ, ഈ ഇച്ചിരി വിറക് കീറാൻ ഇതിനും മാത്രം സമയം എന്തിനാടി? മതി, ചെല്ല്, വേഗം മുറ്റം വധിച്ചു വാരിയിട്. എന്നിട്ട് വേണം ഈ തുണി അലക്കിയിടാൻ. പുച്ഛത്തോടെ അതും പറഞ്ഞ് ധാർഷ്ട്യത്തോടെ അവർ അകത്തേക്ക് നടന്നു. അവർ പോയ വഴിയെ നോക്കി പേടിയോടെ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടവൾ അടുത്തു കിടന്ന ചൂലുമെടുത്തുകൊണ്ട് പോകുന്നത് കാർത്തി കണ്ടു. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ജാനുവിനെ അത്രമേൽ പേടിയോടെ കൊച്ചമ്മേ എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ മുഖം മാത്രമായിരുന്നു. അഭി പറയാതെ തന്നെ പലതും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ വരിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ അഭിയുടെ മുറിയിലേക്ക് നടന്നു. വെളുപ്പിന് തന്നെ വാതിലിൽ കേൾക്കുന്ന ശക്തമായ മുട്ട് കേട്ടതും അഭി തൻ്റെ കണ്ണ് ചുളിച്ചു. ഇതാരാ ഇത്ര വെളുപ്പിനെ? ചുളിഞ്ഞ മുഖത്തോടെ അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. എന്താടാ വാതിൽ തുറക്കാൻ ഇത്രയും താമസം? നീ ഇതിനകത്ത് എന്തെടുക്കുകയായിരുന്നു? മുറിയിലേക്ക് ദേഷ്യത്തിൽ ഇതും പറഞ്ഞ് തള്ളിക്കയറി വരുന്നവനെ നോക്കി അഭി അന്തം വിട്ടു. ഞാനോ? ഉറങ്ങുന്നു? നിനക്ക് വട്ടാണോ? എടാ, നേരം വെളുത്തില്ല. ചുറ്റും നോക്കി വെട്ടം വീഴാത്ത ജനൽപ്പാളിയിലൂടെ നോക്കി അഭി പറഞ്ഞു. അഭി, എനിക്കൊരു കാര്യം അറിയണം. താൻ പറഞ്ഞതുപോലും കേൾക്കാതെ അത്രയും ഗൗരവത്തോടെ തന്നോട് ചോദ്യം ചോദിക്കുന്നവനെ അവൻ സൂക്ഷ്മമായി നോക്കി. ഇത്രയും രാവിലെ തന്നെ അവൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ മുഖം ഒന്ന് അമർത്തി തുടച്ച് കാർത്തിക്കരികിലേക്ക് അഭി ഇരുന്നു. എന്താടാ, എന്താ കാര്യം? അഭി, ഇന്നലെ അവളെക്കുറിച്ച് നീ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ആരെക്കുറിച്ച്? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ, നീ ഇന്നലെ ഓഫീസിൽ വെച്ച് പറഞ്ഞില്ലേ അവൾ, ആ നന്ദ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന്? ആര്? നന്ദ എന്ന അവൻ്റെ വിളി അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എടാ, ആ ശ്രീനന്ദ. അവൾക്കിപ്പോൾ എന്താ? സംശയത്തോടെ അഭി ചോദിച്ചു. അവൾ ഈ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നത് എന്നെനിക്കറിയണം. യാതൊരു മുഖവുരയും ഇല്ലാതെ അവൻ പറഞ്ഞതും അഭിയുടെ കണ്ണ് മിഴിഞ്ഞു. തുടരും. ഇത്രയും നാൾ എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.